ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ ബർഗർ നമ്മുടെ വീടുകളിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. നേരെ വീഡിയോയിലേക്ക്. ഇതിനായി ഒരു 200 ഗ്രാം ചിക്കൻ പീസ് എല്ലില്ലാതെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/2 സ്പൂൺ ഗരം മസാലയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഒരു പാത്രത്തിലേക്ക് ഒരു 200 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞു. നമ്മളത് എല്ലാം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞു. അതിന് ശേഷം നമ്മളിത് ഈ മൈദയിലേക്ക് ഈ ചിക്കൻ പീസെല്ലാം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇട്ട് കൊടുത്ത് നന്നായി ഈ മാവിൽ മുക്കി നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നന്നായി മിക്സ് ചെയ്യണം. നന്നായി ഇങ്ങനെ തിരുമ്പിയെടുക്കേണ്ടതാണ്. നമുക്ക് എത്രത്തോളം പറ്റുമോ അത്രത്തോളം ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് എല്ലാ പീസുകളും ഇതുപോലെ നന്നായിട്ട് മാവിൽ മുക്കി നന്നായി പ്രസ് ചെയ്ത് എടുക്കണം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് നന്നായി പ്രസ് ചെയ്തതിന് ശേഷം നമ്മളെടുത്ത് എല്ലാ പീസുകളും ഇതുപോലെ മാവിൽ മുക്കിയെടുത്ത് അതിൻ്റെ മാവെല്ലാം കുടഞ്ഞതിന് ശേഷമാണ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നതാണ്. ഇതുപോലെ എല്ലാം മാവെല്ലാം നന്നായി കുടഞ്ഞ് വെക്കണം. കണ്ടില്ലേ? മുക്കിയതിന് ശേഷം നന്നായി കുടഞ്ഞതിന് ശേഷം നമ്മൾക്കിത് എണ്ണയിലൊന്ന് മൊരിച്ചെടുക്കാവുന്നതാണ്. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. തീ കത്തിച്ച് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം ഈ പീസുകളെല്ലാം ചിക്കൻ പീസുകളെല്ലാം ഇതിലേക്ക് ഇട്ട് ഒന്ന് വറുത്ത് കോരാവുന്നതാണ്. എല്ലാ പീസും ഇങ്ങനെ നമ്മളിത് ഇതുപോലെ എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്ത് കോരാവുന്നതാണ്. ഇപ്പോൾ എല്ലാ പീസുകളും മിക്കവാറും എല്ലാ പീസുകളും നമ്മൾ വെറുതെ വറുത്ത് കോരുന്നുണ്ട്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നോക്കൂ, നല്ല ചിക്കൻ പീസെല്ലാം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായി കണ്ടില്ലേ? ഇതതുപോലെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നോക്കൂ, സൂപ്പറായിട്ട് നോക്കൂ. ഇതുപോലെ എല്ലാ ചിക്കൻ പീസുകളും നമ്മൾ ഇതുപോലെ തന്നെ വറുത്ത് കോരിയെടുക്കുക. അതിനുശേഷം നമ്മളതിനെ ചെറിയ പീസുകളാക്കി എടുക്കണം കേട്ടോ. ഇത് വറുത്ത് കോരിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കുകയോ അല്ലെങ്കിൽ അരിഞ്ഞെടുക്കുകയോ ചെയ്യാം. കണ്ടില്ലേ? ഇതെല്ലാം നമ്മുടെ ഇപ്പോൾ ഏകദേശം എല്ലാ പീസുകളും വറുത്ത് കോരി ഇനി ഇതിനെ നമ്മൾ ഒരു പാത്രത്തിൽ ആറിയതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് ചെറിയ പീസുകളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം നന്നായി മൊരിഞ്ഞ് എല്ലാം നമ്മൾ കോരിയെടുത്തു. ഇനി നമുക്ക് ബർഗറിന് വേണ്ട ബണ്ണ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ 4 എണ്ണമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനെ 2 പീസാക്കി എടുക്കാം. കണ്ടില്ലേ? 2 പീസാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കുറച്ച് നെയ്യ് ഒഴിച്ച് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബണ്ണെല്ലാം ഇതിലേക്ക് വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി. ബണ്ണയിലേക്ക് ഇട്ട് തിരിച്ചും മറിച്ചും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അതുപോലെ എല്ലാ ബണ്ണും അതുപോലെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ? എല്ലാ ബണ്ണും അതുപോലെ ചെയ്യാം. അപ്പുറം ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ബണ്ണെല്ലാം റെഡിയായി കഴിഞ്ഞു. എല്ലാം റോസ്റ്റ് ചെയ്തെടുത്തിട്ടു. ഇനി നമുക്ക് ഈ ബണ്ണിലേക്കാണ് ഇനി നമ്മൾ വേറെ ഐറ്റംസ് എല്ലാം വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കുള്ള ചീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് മെൽറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ചൂടായ പാത്രത്തിലേക്ക് അത് മെൽറ്റ് ചെയ്യുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ബണ്ണിൻ്റെ മുകളിൽ വെച്ച്
ശകലം വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ആവിയായി ഇത് മെൽറ്റായി വരും. അതിനുശേഷം അത് മെൽറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബണ്ണിലേക്ക് മയോണൈസ് തേച്ച് കൊടുക്കാം. 2 സ്പൂൺ മയോണൈസാണ് തേച്ച് കൊടുക്കുന്നത്. കണ്ടില്ലേ, നന്നായിട്ട് 2 സ്പൂൺ മയോണൈസ് തേച്ച് കൊടുക്കാം. അതിനുശേഷം ലെറ്റ്യൂസും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. അതിന് മുകളിലും കൂടി നമുക്കൊന്ന് മയോണൈസ് തേച്ച് കൊടുക്കാം. 1 സ്പൂണും കൂടെ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ലെറ്റ്യൂസിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ക്യാപ്സിക്കം, നിങ്ങൾക്ക് ഏതാണ് പച്ചക്കറി ഇഷ്ടമുള്ളത് വെക്കാം കേട്ടോ. ക്യാപ്സിക്കം വെച്ച് കൊടുത്തു. ഞാനിവിടെ ക്യാപ്സിക്കത്തിൻ്റെ 1 പീസും പിന്നെ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി സവാളയുടെ 1 പീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് 1 പീസ്. ഇതുപോലെ ചെറിയ പീസുകളാക്കി ചിക്കൻ, നമ്മൾ വറുത്ത് കോരിയ ചിക്കൻ ഇതുപോലെ പീസാക്കി ഇങ്ങനെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളൊരു ലെറ്റ്യൂസിൻ്റെ ഇല വെച്ചതിന് ശേഷം കുറച്ച് മയോണൈസും കൂടി തേച്ച് ബന്നിൻ്റെ 1 പീസും കൂടെ ഇതിനെ മൂടി അടച്ച് അങ്ങനെ വയ്ക്കാം. ഉണ്ട്, അതുപോലെ ബന്നിൻ്റെ വേറൊരു പീസും കൂടി എടുത്ത് ഇതിലേക്ക് അടച്ച് വയ്ക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ബർഗർ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.